ഭംഗി സൂപ്പറുണ്ട്. ഒന്നും പറയേണ്ട തകർത്ത് വാരി മമ്മൂട്ടി സിദ്ധാർത്ഥ് ഭരതൻ എല്ലാവരും ഒരു കാരണവശാലും ആരെയും സ്പോയിൽ ചെയ്തേക്കരുത് പടം. അത് ഈ പോറ്റി ഇതിനകത്ത് നായകൻ ആരാണെന്ന് ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. എല്ലാവരും നേരിട്ട് വന്ന് കാണണം. ഒരു കാരണവശാലും OTT കാണണം കേട്ടോ. ഓക്കെ, നീ കണ്ടില്ലേ? കാണണം. നീയൊക്കെ കണ്ടില്ല, പിന്നെ ആരാണ് അടുത്ത ഷോ ആണ് കണ്ടിട്ട് ബാക്കി പറയട്ടെ. നമ്മൾക്ക് നമ്മുടെ പടം തന്നെ എങ്ങനെയാ പറയാ, അത് എല്ലാവരും കണ്ടിട്ടല്ലേ പറയുന്നത്. നമുക്ക് നമ്മുടെ പടം ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ പടം എന്ന് പറയുമ്പോൾ മമ്മൂക്കടം കൂടെയാണ്. പിന്നെ ഒരു വൺ ഓഫ് എ കൈൻഡ് ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ് ഇത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ റെസ്പോൺസ് വരട്ടെ, എന്നിട്ട് നമുക്ക് കുളിക്കാം. തിയേറ്റർ കുലിക്കുന്ന പറയണ ശരിക്കും നീ വല്ലതും പറയൻ്റെ പൊന്നുപടി. നമുക്ക് ശരിക്കും നമുക്കൊരു വേൾഡ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്കിത് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ലിറ്ററലി ഇത് കാണുമ്പോൾ നമുക്ക് നോക്കുമോ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ഇത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇനി അത് എല്ലാവരും വന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വൈഡ് വലിയ തിയേറ്ററിൽ തന്നെ കാണണം. ആ സൗണ്ട് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും മൊത്തം നമ്മളത് എൻഗേജ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സാധാരണ നമ്മളൊരു അവാർഡ് ഫിലിം എന്നൊക്കെ പറയത്തില്ല, ഇതെല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഒരു ഹൊറർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പറയാതിരിക്കും വയ്യ, അസാധ്യ സാധനം. മമ്മൂക്കാൻ്റെ ബ്രഹ്മയുഗം കണ്ടു. ഒരു അതിശയിപ്പിക്കുന്ന മമ്മൂക്കാൻ്റെ തീ പാറുന്ന ഉജ്ജ്വല പെർഫോമൻസാണ്. വ്യത്യസ്ത അഭിനയങ്ങളുടെ വ്യത്യസ്ത മെഗാസ്റ്റാറാണ് മമ്മൂക്കാൻ്റെ അഭിനയ കരിയറിൽ തന്നെ ഒരു നായികക്കല്ലാതെ 3 സിനിമയായിരിക്കും ബ്രഹ്മയുഗം. ഒരു മമ്മൂക്കാൻ്റെ ഒരു അക്ഷമേധം തന്നെ പറയാം. പിന്നെ അർജുന അശോകൻ്റെ തീപ്പൊരി പാറുന്ന പെർഫോമൻസ് എടുത്ത് പറയാം. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ കുറേ നാൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. വേലയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് സിദ്ധാർത്ഥ ഭരതൻ ചേരിക്കുന്നത്. സെൻറ്റിമെൻ്റിലേക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. ആദ്യമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ കണ്ടത്. അതൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ മമ്മൂക്കാൻ്റെ ഒരു നിത്യവിസന്ധ സിനിമയായിരിക്കും. ബേസിലുള്ള ഒരു സർവൈവൽ ത്രില്ലറും വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിലുള്ള പടമാണ്. ടെക്നിക്കൽ സൈഡായാലും എല്ലാം കൊണ്ടും. ഈ ഡയറക്ടർ നമുക്കറിയാവുന്ന ഒരാളാണ്. ഭൂതകാലം, റെഡ് ട്രെയിൻ, ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പുള്ളി ഓരോ പടം കഴിയുന്നതോറും ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. ഫിലിമിനെ വളരെ സീരിയസ് ആയി കാണുന്ന എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. നമുക്കൊരു ബോളിവുഡിലെ തുമ്പട് അതിനോടൊക്കെ നമുക്ക് പറയാവുന്ന നമ്മുടെ ഒരു പടമാണ് മലയാളത്തിലെ തമിഴ്. വളരെ മികച്ചതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം ഒരു രക്ഷയില്ല. പെർഫോമൻസ് ആക്കിയ 3-4 പേരുള്ള മെയിൻ ക്യാരക്ടറായിട്ട്. അതിൽ സിനിമയുടെ ഭൂരിഭാഗം 3 പേരേ ഉള്ളൂ. മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുന അശോകൻ. ഇവർ 3 പേരും ഒരു രക്ഷയില്ല.